കെ.പി.സി.സി പ്രസിഡന്റ് കെ. സുധാകരൻ പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ചർച്ച നടത്തി. നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനു മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയാണ് പാണക്കാട്ടെത്തിയതെന്ന് സുധാകരൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന ഒരു പ്രഡിക്റ്റ് സാധിക്കാത്തൊരു രീതിയിലാണ് ഇന്ത്യ മുന്നണി ഇന്നലെ വരെ അവഗണിക്കപ്പെട്ട പ്രദേശത്തൊക്കെ ഇന്ത്യ മുന്നണി ഇപ്പം ശക്തമാണ് എന്നൊരു ഫീലിംഗ് ജനങ്ങളിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി ചേരുമ്പോഴാണ് ഐക്യജനാധിപത്യ മുന്നണി ശക്തമാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ബി.ജെ.പിക്കെതിരെ യു.ഡി.എഫിനും ഇന്ത്യ മുന്നണിക്കും സാധ്യത വർദ്ധിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള ഇ.ഡി കേസ് യു.ഡി.എഫിന് ഗുണം ചെയ്യും. കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതിനാൽ സാമ്പത്തിക പ്രതിസന്ധി സ്ഥാനാർത്ഥികളെ ബാധിക്കുന്നുണ്ടെന്നും അത് മറികടക്കാനാകുമെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിലും ബി.ജെ.പിക്ക് വിജയിക്കാനാകില്ല. പൗരത്വ ഭേദഗതി ബില്ല് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പാക്കില്ലെന്ന് സുധാകരൻ പറഞ്ഞു. അടുത്ത ദിവസങ്ങളിലായി മുസ്ലിം ലീഗിന്റെയും യു.ഡി.എഫിലെയും മുഴുവൻ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു. തിരഞ്ഞെടുപ്പ് അടുക്കുംതോറും പ്രവർത്തകർ ഏറെ ആവേശത്തിലാണെന്നും യു.ഡി.എഫിന് വൻ വിജയം നേടാനാകുമെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.